നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് ജാമക്കാല ശാഖ കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ റംലാൻ റിലീഫ് വിതരണവും അനുസ്മരണവും നടത്തി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ വിജ്ഞാന സദസ്സും ഗ്രന്ഥശേഖരം ഏറ്റുവാങ്ങലും നടത്തി. ഡോക്ടർ NR പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംലാൻ റിലീഫ് വിതരണവും ജനപ്രതിനിധികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് ജാമക്കാല ശാഖ കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ റംലാൻ റിലീഫ് വിതരണവും അനുസ്മരണവും നടത്തി. KMCC GCC കമ്മിറ്റികളുടെ സഹകരണത്തോടെ 1000ഓളം കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റ് വിതരണവും ഖബർ വെട്ടുന്ന സഹോദരങ്ങൾക്ക് പെരുന്നാൾ പുതുവസ്ത്രവും മാസാന്ത പെൻഷൻ വിതരണവുമാണ് നടത്തിയത്. ചാമക്കാല മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി CA അബ്ദുൽ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. ദാറുർ റഹ്മത്ത് മസ്ജിദ് ഇമാം മുഈനുദ്ദീൻ വാഫി പ്രാർത്ഥന നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കറിയ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MM മൻസൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു, മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി, ജില്ലാ കൗൺസിൽ അംഗം PK മുഹമ്മദ് അലി ഹാജി, ബദർ ചാമക്കാല PB മുഹമ്മദ് ഹാജി, VM സൈഫുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി PA ഉബൈദ് എന്നിവർ സംസാരിച്ചു. തുടർച്ചയായി ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ റമളാൻ മാസത്തിലേത് മാത്രമല്ല മറ്റു മാസങ്ങളിലെല്ലാം തന്നെ ഇവിടെയുള്ള പ്രയാസപ്പെടുന്നവർക്ക് കൈത്താങ്ങായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. കേരളക്കരയിൽ ഉടനീളം ഈ റമളാൻ മാസത്തിൽ മുസ്ലിം ലീഗിൻ്റെ റിലീഫ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മുക്കുമൂലകളിലും ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എവിടെയൊക്കെ ഉണ്ടോ, അതിൻ്റെ പ്രവർത്തകന്മാർ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗാർഡിയൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് അംഗം ഗീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗാർഡിയൻ ആശുപത്രി ഡയറക്ടർ ബിനി സുധീർ ക്യാമ്പ് വിശദീകരണം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് ജോസഫ് കൊമ്പൻ, കൈക്കാരൻ ആന്റോണിയോ ജോസ് പുലിക്കോട്ടിൽ, സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി അനൂപ് ജോർജ് എലുവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗാർഡിയൻ ഹോസ്പിറ്റലിനെ സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ആധുനിക കാലഘട്ടത്തിലാണ്, ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം അസുഖങ്ങൾ, പണ്ട് കാലത്തൊക്കെ പ്രായമായവർക്കാണ് അസുഖങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് ജനിച്ച് വീഴുന്ന കുട്ടിക്ക് മുതൽ പ്രായമായവർക്ക് വരെയാണ് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ സെയിം പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ കീഴിൽ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നത് ഒരു പ്രത്യേക അഭിനന്ദനം തന്നെയാണ്. എന്തായാലും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളിൽ നിന്ന് എല്ലാവരും ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ വിജ്ഞാന സദസ്സും ഗ്രന്ഥശേഖരം ഏറ്റുവാങ്ങലും നടത്തി. ഡോക്ടർ NR പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സിനി കിഷോർ അധ്യക്ഷത വഹിച്ചു. വായനശാലയിലേക്കുള്ള 250ഓളം പുസ്തകങ്ങൾ ഉണ്ണികൃഷ്ണൻ തൃഷ്ണാത്ത് കൈമാറി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കൊച്ചുമോൻ, എഴുത്തുകാരി MU ഗിരിജ, ലൈബ്രറി നേതൃത്വ സമിതി കൺവീനർ PA ഷമീർ, ശ്രീനാരായണ ഗുരു സമാജം
സെക്രട്ടറി KR ഷാജി, വായനശാല പ്രസിഡന്റ് TN അജയ്കുമാർ, സെക്രട്ടറി MM പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. 55 വർഷമായിട്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് വായിക്കാതെ ഒരു സ്റ്റേജിൽ പോയിട്ട് ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോഴാണ് മൊബൈൽ വന്നതും ഗൂഗിൾ. ഇപ്പം പണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ മാതിരി ഇപ്പം ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ പറയുന്നത് അറിയാം, മാതാപിതാ ഗുരു ദൈവമൊക്കെ പോയി, ഇപ്പം മാതാപിതാ ഗൂഗിൾ ദൈവമാണെന്നാണ് പറയുന്നത്. ഗൂഗിളിനോട് ചോദിച്ചാൽ എന്തും പറഞ്ഞു തരുന്ന പറയുന്നത് മൊബൈലിൽ. അപ്പോൾ മാതാപിതാ ഗുരു അല്ല, മാതാപിതാ ഗൂഗിളാണ് ദൈവം. അത് സത്യമാണ്. കാരണം ഞാനിപ്പോൾ ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ChatGPT-യോ അല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ കട്ടക്കട്ടാന്ന് ഇങ്ങനെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമുക്ക് വായിക്കാനും പഠിക്കാനും പറ്റും. അപ്പോൾ ഞാനിത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ പ്രതീക്ഷിക്കാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ് വലിയൊരു സ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിയത്. അവിടെ ചെല്ലുമ്പോൾ ആകെ മണ്ടനായിട്ട് ഒന്നും പറയാത്ത മാതിരി വരാൻ പാടില്ല എന്നുള്ള എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചിങ്ങനെ വായിക്കാൻ തുടങ്ങി. കാരണം വീട്ടിൽ അപ്പം എൻ്റെ ഭാര്യ പറയും, ഇതേപോലെ നിങ്ങൾ പണ്ട് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ല IAS എങ്ങാനായിരുന്നേനെ എന്ന് പറഞ്ഞു. വനിതാ ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംലാൻ റിലീഫ് വിതരണവും ജനപ്രതിനിധികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. 3 പീടിക ലീഗ് ഹൗസിൽ നടന്ന ചടങ്ങിൽ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആഷിദ സാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ്, വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് നസീമ നൌഫൽ, പഞ്ചായത്ത് അംഗങ്ങളായ PM സൈനുദ്ദീൻ, നഹീദ സലീം, നസീമ മൊയ്തീൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി MA അബ്ദുൽ സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇറങ്ങി നമ്മളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പണ്ട് ഇറാഖ് യുദ്ധം ഉണ്ടായ സമയത്ത് അറിയാലോ, ഒരു വിവരവും അറിയാൻ ആർക്കും സാധ്യമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഫോണില്ല, ബാക്കിയുള്ള യാതൊരു ആശയവിനിമയം ഒന്നുമില്ല. മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊക്കെ അറിയുന്നത് തന്നെ. ഇന്ന് നമുക്കറിയാം, ഇന്ന് യുദ്ധം നടക്കുന്നുണ്ട്, പലരും പ്രാർത്ഥനയോടെ ഇരിക്കാം. നമ്മുടെ പല സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഗൾഫിലാണ്. യുദ്ധം വളരെ ഭീതിജനകമാണെങ്കിൽ കൂടിയും ഇവിടെയുള്ളവരെ കൂടി സമാധാനം കെടുത്തുന്ന രീതിയിൽ അല്ലേ, നമ്മൾക്ക് പല ഹോട്ടലുകളും ഇന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് ഇല്ല അല്ലേ, പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും അവിടെ നടക്കുന്ന യുദ്ധമല്ലേ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മളുടെ അടുക്കള APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ ഇഫ്താർ സംഗമം സമൂഹ സൗഹൃദ നോമ്പുതുറ സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന സുരേന്ദ്രൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് സെക്രട്ടറി KR സത്യൻ സ്വാഗതം പറഞ്ഞു. പുത്തൻപള്ളി മഹല്ല് വൈസ് പ്രസിഡന്റ് മുഫ്തിക്കർ അഹമ്മദ് റംസാൻ സന്ദേശം നൽകി. അഖിലേഷ് ശാന്തി, CJ പോൾസൺ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. 13-ാം വാർഡ് മെമ്പർ PC മനോജ്, 14-ാം വാർഡ് മെമ്പർ ജിസ്നി ഷാജി, 15-ാം വാർഡ് മെമ്പർ PT രാമചന്ദ്രൻ, പുത്തൻപള്ളി മഹല്ല് സെക്രട്ടറി അസീസ് ഐരൂർ, റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ പിഷാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പങ്കുവെക്കാനുള്ളൊരു അവസരം കൂടിയാണ് നമ്മളെ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റും. അത് നമ്മുടെ മക്കളോട് അത് ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ മുതിർന്നവരിൽ നിന്നുള്ള അച്ഛനച്ഛന്മാരും മുത്തച്ഛന്മാരൊക്കെ ഉണ്ട് പങ്ക്. അവരെടുത്ത് നമ്മൾ കൊച്ചുമക്കൾ ഒത്തുചേരുന്നൊരു കഥകൾ പറയാനും അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇപ്പില്ല. ഇപ്പൊ അവര് ഏറ്റവും നല്ല ഫ്രണ്ട് ആരാണ്? പണ്ട് അച്ചാച്ചന്മാരും ആയിരുന്നു ഏറ്റവും കൂട്ട്. അവരേറ്റവും ഫ്രണ്ട്. ഇപ്പൊ ഏറ്റവും നല്ലൊരു കൂട്ടാണ് നമ്മുടെ മൊബൈൽ. പറപ്പൂരിൽ തോട്ടിൽ വീണ പശുവിനെ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ചാലക്കാപാടത്തിന് സമീപമുള്ള തോട്ടിലാണ് കുന്നത്തുവീട്ടിൽ അജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പശു അബദ്ധത്തിൽ വീണത്. അരയ്ക്കൊപ്പം ചെളിയുള്ള തോട്ടിൽ വീണ പശുവിനെ പുറത്തെടുക്കാൻ നാട്ടുകാരും ഉടമയും ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് തൃശൂരിലെ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പശുവിനെ സുരക്ഷിതമായി കരക്ക് കയറ്റി. തൃപ്രയാർ ചെമ്മാപ്പള്ളി കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ചേർപ്പ് തിരുവള്ളക്കാവ് സ്വദേശി പെരുവനത്ത് വീട്ടിൽ 74 വയസ്സുള്ള രാജനാണ് മരിച്ചത്. ചേർപ്പ് തിരുവള്ളക്കാവ് സ്വദേശി പെരുവനത്ത് വീട്ടിൽ 74 വയസ്സുള്ള രാജനാണ് മരിച്ചത്. തൃപ്രയാർ
രാമൻ മേനോൻ റോഡിൽ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു ഇയാൾ. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മാള ടൗണിൽ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ടാക്സി ഡ്രൈവർ മേതക്കുടി സ്വദേശി ബാലനെ പകൽ സമയത്ത് ആക്രമിച്ച കേസിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശി ആഡോ അറസ്റ്റിലായത്. കാറിൽ ചവിട്ടി നിന്നത് ബാലൻ ചോദ്യം ചെയ്തതിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമിച്ചത്. നാട്ടികയിൽ വൻതോതിൽ കഞ്ചാവും മാരകായുധങ്ങളും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കഞ്ചാവ് എത്തിച്ചു നൽകിയ വലപ്പാട് പണിക്ക് വീട്ടിൽ മുഹമ്മദ് ഷെജിയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മീൻ പിടിക്കാൻ എന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തിയ നാട്ടിക ബീച്ച് സ്വദേശി കുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചായപ്പൊടി കച്ചവടത്തിന്റെ മറവിൽ ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയാണ് മുഹമ്മദ് ഷെജി വിഷ്ണുവിന് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ആളൂർ സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ തിലകനെ 3 മാസത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ടി നാരായണനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ GSI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ ഉത്തരവ് നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകി. പറവൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യാത്ര തിരിച്ച ET ടൈസൺ MLAക്ക് യാത്രയയപ്പ് നൽകി. ശ്രീനാരായണപുരം പള്ളിനടയിലെ MLA ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്രയിൽ വാദ്യമേളങ്ങളും ഇരുചക്ര വാഹനങ്ങളും അകമ്പടിയായി. ജില്ലാ അതിർത്തിയായ മൂത്തുകുന്നത്ത് പറവൂർ മണ്ഡലത്തിലെ LDF പ്രവർത്തകർ യാത്രയെ സ്വീകരിച്ചു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് ET ടൈസൺ നേരിടുന്നത്. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടുങ്ങല്ലൂർ ശ്രീ ഗുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. പുലർച്ചെ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ ക്ഷേത്ര ദർശനം നടത്തി പ്രത്യേക ഭണ്ഡാരത്തിൽ കാണിക്ക അർപ്പിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 11 മണിയോടെ പാരമ്പര്യ അവകാശികളായ ഭഗവതി വീട്ടുകാരും വടക്കേ മലബാറിൽ നിന്നെത്തിയ തച്ചോളി തറവാട്ടുകാരും ചേർന്ന് കോഴിക്കല്ല് മൂടി. തുടർന്ന് തച്ചോളി തറവാട്ടിലെ സംഘം കോഴിക്കല്ലിൽ കോഴിയെ സമർപ്പിച്ചു. എടമുക്ക് മൂപ്പന്മാർ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും നടപ്പന്തലിലും വേണാടൻ കൊടികൾ ഉയർത്തി. ഇതോടെ ക്ഷേത്ര നടയിൽ ദേവീ സ്തുതികൾ ഉയർന്നു. 21-ന് അശ്വതിക്കാവ് തീണ്ടൽ നടക്കും. 22-നാണ് ഭരണി. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ഭാഗമായി ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കുന്ന പെരുവനം തോടുകുളം വൃത്തിയാക്കി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കാളികളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് ജാമക്കാല ശാഖ കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ റംലാൻ റിലീഫ് വിതരണവും അനുസ്മരണവും നടത്തി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ വിജ്ഞാന സദസ്സും ഗ്രന്ഥശേഖരം ഏറ്റുവാങ്ങലും നടത്തി. ഡോക്ടർ NR പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംലാൻ റിലീഫ് വിതരണവും ജനപ്രതിനിധികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.